18 വയസ്സുള്ള ഒരു പെൺകുട്ടി ഏതൊക്കെ തരത്തിൽ ചൂഷണം ചെയ്യപ്പെടാം, ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. ആ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി ഏതൊക്കെ തരത്തിൽ ചൂഷണം ചെയ്യപ്പെടാം, ആ തരത്തിലൊക്കെ ചൂഷണം ചെയ്യപ്പെട്ട് അവസാനം ഭ്രാന്ത് പിടിച്ച് ആ സെല്ലിനകത്ത് കിടക്കണു. പെൺകുട്ടികൾ പോലും അടിമപ്പെടുന്നു. വളരെ ജാഗ്രതയോടെ ഇരിക്കണം. പലപ്പോഴും നമ്മളൊക്കെ പറയാറുണ്ട്, എല്ലാവരോടും പരസ്പരം കൊടുത്തും വാങ്ങിയും മിങ്കിൾ ചെയ്ത് നമ്മുടെ ഭക്ഷണം അങ്ങോട്ട് കൊടുക്കണം, അവരെ ഭക്ഷണം ഇങ്ങോട്ട് വേണം, ഇങ്ങനെയൊക്കെ പരസ്പരം സഹകരണത്തോടു കൂടി ജീവിക്കണം എന്നൊക്കെ പഠിപ്പിക്കുമ്പോഴും ഇപ്പോൾ പലപ്പോഴും അതുപോലും ഒരു സംശയത്തോടു കൂടി നോക്കിക്കാണേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മൾ പോവുക. മക്കളൊക്കെ ഉണ്ട്, കുട്ടികൾക്കൊക്കെ ഒരു പരിപാടി ഉണ്ട്. ചിലപ്പോൾ 4-5 കൂട്ടുകാരൊന്നിച്ച് പോയിട്ട് ചില പ്രത്യേക കൂൾ ബാറിലൊക്കെ പോയിട്ട് ഒരു ഭക്ഷണം കഴിക്കൽ, ഒരു ജ്യൂസൊക്കെ വാങ്ങി കഴിക്കും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താണ്, ആ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാളുടെ ഒരു കസിനാണെന്നോ ഒക്കെ പറഞ്ഞിട്ട് വേറെ ഒരാൾ കൂടി നുഴഞ്ഞു കയറും. ഈ ഗ്ലാസ്സൊക്കെ ഇങ്ങനെ നീക്കി വെച്ച് കൊടുക്കുമ്പോൾ, അതാ എൻ്റെ ജ്യൂസ് ഇതാ എന്ന് പറഞ്ഞ് നീക്കി വെച്ച് കൊടുക്കുമ്പോൾ ഈ വിരലിൻ്റെ ഈ ഭാഗം, ഈ നഖത്തിനകത്ത് ഒരു ഇത്തിരി ഒളിപ്പിച്ച് വെച്ച, ഒരു പൊടി പോലെ ഒളിപ്പിച്ച് വെച്ച ഒരു സാധനം, ഇതിന്റെ അഗ്രം ആ ഒരു ജ്യൂസിൽ ഒന്ന് ടച്ച് ചെയ്താൽ മതി, അതിൽ ഫെയ്ഡ് ചെയ്യുന്ന തരത്തിലുള്ള മയക്കുമരുന്നുകൾ ചതിക്കാൻ വേണ്ടി നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. വളരെ ജാഗ്രതയോടെ ഇരിക്കണം. നിങ്ങളുടെ ഉമ്മയും ഉപ്പയും അച്ഛനും അമ്മയും നിങ്ങൾക്ക് വാങ്ങിത്തരുന്ന ഭക്ഷണം നമുക്ക് മതി എന്ന് തീരുമാനിക്കേണ്ട ഗതികേടിലേക്ക് നമ്മൾ പോവാണ്. പുറത്തുനിന്ന് ആര് എന്ത് വെച്ച് നീട്ടിയാലും എനിക്കത് വേണ്ട എന്ന് പറയാൻ പഠിക്കണം. കാരണം അത് കൊണ്ടുപോയി എത്തിക്കുന്നത് എവിടേക്കാണെന്ന് ഞാൻ പറഞ്ഞു വരും.